നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫ്രീ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് വ്യത്യസ്തങ്ങളായുള്ള ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ അതുമായിട്ട് തന്നെ ബന്ധമുള്ള മറ്റൊരു ടോപ്പിക്കാണ് പറയുന്നത്. ദാറ്റ് ഈസ് വേദിക് സിവിലൈസേഷൻ. വേദിക് സിവിലൈസേഷന്റെ കുറച്ച് കണ്ടന്റുകളാണ് ഇന്ന് പ്രധാനമായിട്ടും ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനുശേഷം മറ്റൊരു ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഫാക്ടേഴ്സ്, ഉപനിഷത്തുകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടുകൾ തരുന്നതായിരിക്കും. ഒപ്പം തന്നെ ഇന്നത്തെ നിലവിലെ ഇന്ത്യൻ സിസ്റ്റത്തിൽ, ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്വാധീനം ചെലുത്തുന്ന ചില ഘടകങ്ങളുണ്ട്. സത്യമേവ ജയതേ പോലുള്ള ദർശനങ്ങൾ, പിന്നീട് അങ്ങനെയുള്ള പല പല ക്യാപ്ഷനുകൾ നമ്മുടെ ഉപനിഷത്തുകളിൽ നിന്ന് എടുത്തതാണ്. പല വിങ്ങുകളുടെയും ക്യാപ്ഷൻ, നേവൽ ഫോഴ്സിന്റെ ക്യാപ്ഷൻ, ഇവയൊക്കെ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ ഉപനിഷത്തുകളിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അവയെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്ലാസ് ഇതിന് ശേഷം ഉണ്ടായിരിക്കും. ഇത് ഔട്ടർ ലൈൻ മാത്രമാണ്, എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വേദകാലഘട്ടത്തെ പറ്റിയോ ഇൻഡസ് വാലിയെ പറ്റിയോ ഒന്നും പൂർണ്ണ അർത്ഥത്തിലൊരു ക്ലാസ് ഒന്നും നിങ്ങൾക്ക് തരാൻ ഒക്കില്ല. കാരണം ഇത് SSC പരീക്ഷയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് അവെയർ ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക, അല്ലാത്തത് വിട്ടേക്കുക എന്നുള്ളതാണ്. ഇതൊരു നോളജ് ബേസ്ഡ് അല്ല, നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ഇവിടെ ക്ലാസ് എടുക്കുന്നത്. വേദിക് സൊസൈറ്റിയാണ് നമ്മുടെ ടോപ്പിക്ക്. നമ്മളിന്ന് വേദിക് സൊസൈറ്റിയുടെ ഒരു ഇൻട്രോ തരികയാണ്. അതിൽ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഫാക്ടുകൾ, അത് മാത്രമാണ് ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വേദിക് സൊസൈറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം നോർത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന ഒരു സംസ്കാരമാണ്. അതായത് മഹാജനപദങ്ങൾക്ക് തൊട്ട് മുമ്പ് രൂപപ്പെട്ടു എന്ന് കരുതുന്ന ഒരു വലിയൊരു സിവിലൈസേഷനാണ് വേദകാലഘട്ടം. ഇൻഡസ് വാലിയും വേദകാലഘട്ടവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നമുക്ക് കിട്ടുന്നത് മുഴുവൻ ആർക്കിടെക്ചറൽ ഫാക്ടേഴ്സ് ആണ്. ധാരാളം ബിൽഡിങ്ങുകളും നിർമ്മിതികളും അവരുടെ കച്ചവട കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള രീതികൾ നമുക്ക് ഇൻഫർ ചെയ്ത്, അതായത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത് ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ, വേദകാലഘട്ടത്തെ പറ്റി ഫൈൻഡ് ചെയ്യാൻ ഇത്തരത്തിലുള്ള യാതൊരു നിർമ്മിതികളും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമുക്ക് ധാരാളം ലിറ്റററി വർക്കുകൾ കിട്ടുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു കൾച്ചറൽ അച്ചീവ്മെന്റ് ആണ് വേദകാലഘട്ടം എന്ന് പറയുന്നത്. ലോകത്ത് എത്രത്തോളം മനുഷ്യരെ സ്വാധീനിക്കുന്ന, മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന മറ്റൊരു റൈറ്റിംഗും ലോകത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപക്ഷെ ഒരു വിശ്വാസിക്കോ അവിശ്വാസിക്കോ ഒക്കെ പിന്തുടരാൻ പറ്റുന്ന ഒരു വാല്യൂ ബേസ്ഡ് ടെക്സ്റ്റുകളെയാണ് നമ്മൾ വേദാസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സിന്ധു നദീ തീരം മുതൽ ഗംഗാ സമതലം വരെയുള്ള ഒരു വലിയ വിശാലമായ ഭൂപ്രദേശത്ത് രൂപപ്പെട്ടു വന്ന ഒരു സിവിലൈസേഷനാണ്. ഈ സിവിലൈസേഷൻ നമ്മൾ പ്രധാനമായിട്ടും ആദിമ വേദകാലഘട്ടം അല്ലെങ്കിൽ ഏർലി വേദിക് അല്ലെങ്കിൽ ഋഗ്വേദിക് പീരീഡ് എന്നും ലേറ്റർ വേദിക് പീരീഡ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പഠനം തുടങ്ങുന്നത്. എന്താണ് ഋഗ്വേദം? വേദം എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത് തന്നെ, വേദ എന്ന് പറയുന്ന ഒരു വേഡ് ഉണ്ടായത് തന്നെ വിഡ് എന്ന പദത്തിൽ നിന്നാണ്. വിഡ് എന്നാൽ അറിയുക അല്ലെങ്കിൽ നോ എന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം. അറിയുക എന്ന പദത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് വിഡ് എന്ന് പറയുന്ന പദം. ഇതിൽ നിന്നാണ് വേദം എന്ന് പറയുന്നത്. അറിവ് അല്ലെങ്കിൽ നോളജ് എന്നൊരു സെൻസ് നമുക്ക് ഇതിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഈ മന്ത്രം എന്ന് പറയുന്നത് ആൾക്കാർക്ക് ചാൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഉച്ചരിക്കാൻ വേണ്ടി രൂപപ്പെട്ടു വന്ന ഒരു റൈറ്റിംഗ് കോഴ്സുകളാണ് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് വേദം, എങ്ങനെയാണ് വേദകാലഘട്ടം? നമുക്ക് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ഓർത്തിരുന്നാൽ മതി. 1500 മുതൽ 1000 BC, എപ്പോഴും BC ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ്. നമ്മളൊരു നെഗറ്റീവ് നമ്പേഴ്സ് പഠിക്കുന്ന പോലെ വേണം ഓർത്തിരിക്കാൻ. 1500 മുതൽ 1000 വരെയുള്ള ക്രിസ്തുവിന് മുമ്പുള്ള വർഷങ്ങൾ, അതായത് ബിഫോർ ക്രൈസ്റ്റ് എറയിലായിരുന്നു ഏർലി വേദിക് പീരീഡ് ഉണ്ടായത്. ഏർലി വേദിക് എന്ന് പറഞ്ഞാൽ ഋഗ്വേദം അല്ലെങ്കിൽ ഋഗ്വേദം രൂപപ്പെട്ട കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അതായത് ഈ ഭാരതത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട കൃതി എന്ന് കരുതുന്ന ഋഗ്വേദം രൂപപ്പെട്ട കാലഘട്ടം 1500നും 1000നും ഇടയിലുള്ള ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടം എന്ന് കരുതപ്പെടുന്നു. ഇനിയും അതിനുശേഷം 1000 BCക്ക് ശേഷം മുതൽ 500 BC വരെയുള്ള കാലഘട്ടത്തിലാണ് ലേറ്റർ വേദിക്, അതായത് ഋഗ്വേദം ഒഴികെയുള്ള ബാക്കി വേദങ്ങൾ. അതായത് ഏതൊക്കെയാണ് വേദങ്ങൾ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അനാഥർവവേദം. അതില് ഋഗ്വേദം ഒഴികെയുള്ള ബാക്കി 3 വേദങ്ങളും രൂപപ്പെടുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ ഈ ലേറ്റർ വേദിക് എന്ന് പറയുന്നത്. ലേറ്റർ ആണ്, ക്യാപിറ്റൽ വരണം, ടൈപ്പിങ്ങിൽ വന്നതാണ്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ തന്നെ വരണം. ലേറ്റർ വേദിക് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. അതായത് ഋഗ്വേദത്തിന് ശേഷം ഉണ്ടായ ബാക്കി 3 വേദങ്ങളുടെ കാലഘട്ടത്തെ, ഒപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ എന്തുണ്ടാവുന്നുണ്ട്? ഉപനിഷത്ത് കൂടി ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് പറയുന്നു? ലേറ്റർ വേദിക് കാലഘട്ടം എന്ന് പറയുന്നു. ഇനിയും ലേറ്റർ വേദിക് കാലഘട്ടവും ഋഗ്വേദ കാലഘട്ടവും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ ലിറ്ററേച്ചറാണ്. അതായത് ഇതിന്റെ ലിറ്ററേച്ചർ ബുക്കുകൾ, പ്രധാനമായിട്ടും വേദിക് ലിറ്ററേച്ചറുകൾ 2 തരത്തിലാണ്.
അതിൽ ആദ്യത്തേത് ശ്രുതി എന്ന് പറയും, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മറ്റൊന്ന് സ്മൃതി എന്ന് പറയും. ഇതിൽ ക്ലാസിക്കൽ ശ്രുതി ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, നമ്മുടെ വേദങ്ങളും അവയുടെ ഉപനിഷത്തുകളും ആരണ്യങ്ങളും കൂടി ചേരുന്നതാണ്. ഓർത്തിരിക്കണം, എന്താണ് ശ്രുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വേദങ്ങൾ, ഉപനിഷത്തുകൾ, ആരണ്യങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഇത്രയും സാധനങ്ങൾ ചേരുന്നതാണ് ശ്രുതി എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്തൊക്കെയാണ്? വേദാസ്, 4 വേദാസ്, ഉപനിഷത്ത്, ദെൻ ആരണ്യകാസ് ആൻഡ് ബ്രാഹ്മണാസ്, ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് എന്ത്? ശ്രുതി എന്ന് പറയുന്നത്. ഇനിയും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഫാക്റ്റുകളുണ്ട്. എന്തൊക്കെയാണ്? ആദ്യത്തേതാണ് ഉപനിഷത്തുകൾ. ഉപനിഷത്തുകൾ എത്ര എണ്ണമാണ്? ഇവിടെ എണ്ണം എഴുതിയിട്ടുണ്ട്. 108 ഉപനിഷത്തുകളാണ് മൊത്തത്തിലുള്ളത്. എല്ലാം നമ്മൾ പഠിക്കേണ്ട, വളരെ പ്രധാനപ്പെട്ട ഒരു 4-5 എണ്ണം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഡയലോഗ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സും പഠിച്ചു വെക്കുക, അതും പറഞ്ഞു തരാം. അടുത്തതാണ് വേദാസ്. എത്ര എണ്ണമാണ്? 4 എണ്ണം. അടുത്ത എത്രയാണ്? അടുത്ത എന്താണ്? പുരാണാസ്. പുരാണാസ് വേദമായിട്ട് ബന്ധപ്പെട്ടതല്ല, വേദകാലഘട്ടത്തിന് ശേഷം രൂപപ്പെട്ടു വന്ന കൃതികളാണ്. അതായത് ഭാഗവതം പോലൊക്കെയുള്ള ടെക്സ്റ്റുകൾ. ഈ പുരാണങ്ങൾ രൂപപ്പെട്ട എന്നാണ്? പുരാണങ്ങൾ രൂപപ്പെട്ട എന്നാണ്? രണ്ട് ഗുപ്ത കാലഘട്ടത്തിലാണ് അവസാനത്തെ പുരാണം രൂപപ്പെടുന്നത്. അതായത് വേദകാലഘട്ടത്തിന് ശേഷം, ലേറ്റർ വേദിക് കാലഘട്ടത്തിന് ശേഷം ഏതാണ്ട് ഗുപ്ത കാലഘട്ടം വരെ രൂപപ്പെട്ടു വന്ന ഒരു വലിയ ഒരു റൈറ്റിംഗ് പാറ്റേൺ ആണ് ഈ പറയുന്ന പുരാണാസ്. 18 പുരാണങ്ങളാണ് കൃത്യമായിട്ടുള്ളത്. ഓർത്തിരിക്കുക, 18 പുരാണങ്ങൾ. ഇനിയും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ചോദ്യം കൂടിയുണ്ട്, വരാൻ സാധ്യതയുള്ളതാണ്. വേറൊരു അവസരത്തിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ദർശനാസ്, ഹിന്ദുസത്തിന്റെ തോട്ട്സ് ആണ്. 6 ദർശനങ്ങളാണുള്ളത്. 6 ദർശനാസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. 108 ഉപനിഷത്തുകൾ, 4 വേദാസ്, പുരാണാസ് 18 ആണ്, 6 സ്കൂൾസ് ഓഫ് തോട്ട്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ ചേരുന്നത് നമ്മുടെ ഒരു ബേസിക് കൾച്ചറൽ ഫാക്റ്റ് ആണ്. ഈ കാര്യം കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തതാണ് സ്മൃതി വേദിക് ലിറ്ററേച്ചർ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പെൺകുട്ടിയുടെ പേരാണ് ശ്രുതി എന്ന് പറയുന്നത്. പെൺകുട്ടി ഓർത്തിരിക്കുക. ആരാണ് ശ്രുതി? നമ്മുടെ അയൽവക്കത്തെ പെൺകുട്ടിയാണെന്ന് കരുതിക്കോ, അല്ലെങ്കിൽ പാട്ടിന്റെ ശ്രുതിയാണെന്ന് ഓർത്തിരിക്കുക. അതെന്തൊക്കെയാണ്? 4 വേദങ്ങൾ, ഉപനിഷത്തുകൾ, ആരണ്യങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഇത്രയും ചേരുന്ന വേദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ. ഇനി സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മയിൽ സൂക്ഷിച്ചു വന്ന, അല്ലെങ്കിൽ എഴുതപ്പെടാതെ ഓറലി സ്പ്ലിറ്റായി വന്നത്. അതായത് വേദങ്ങളിൽ നിന്ന് ഭിന്നമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ക്ലാസിക് വർക്കുകൾ, ഉപാംഗാസ്, പുരാണാസ്, ഉപവേദാസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളുടെ ബ്ലെൻഡിനെയാണ് നമ്മൾ സ്മൃതി എന്ന് പറയുന്നത്. ഇത് കൂടുതലും എഴുതപ്പെട്ടതല്ല, ഓറലി ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നത് കൂടിയാണ്. അതായത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് എങ്ങനെ സ്പ്രെഡ് ചെയ്ത് വന്ന ഒരു ടെക്നിക്കൽ ഫാക്ട് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും ഓർത്തിരിക്കുക. ഈ 2 ഫാക്റ്റിൽ നിന്ന് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞതാണ് ശ്രുതി എന്നും സ്മൃതി എന്നും പറയുന്നത്. അപ്പോൾ സ്മൃതിയിൽ വരുന്നത് എന്തൊക്കെയാണ്? ഉപാംഗ, പുരാണാസ്, ഉപവേദാസ്, പിന്നെ ഉപവേദയ്ക്കൊപ്പം തന്നെ വരുന്നതാണ് നമ്മുടെ എപ്പിക്കിന് സമാനമായിട്ടുള്ളൊരു ക്ലാസ്. മുമ്പ് ഞാൻ എപ്പിക്ക് പറഞ്ഞില്ല, 2 എപ്പിക്കാണ് ഇന്ത്യക്കുള്ളത്. ഒന്ന് രാമായണം, മറ്റൊന്ന് മഹാഭാരതം. അപ്പം എപ്പിക്കിനെ നമ്മൾ ഉപവേദാസിനകത്ത് ഉൾപ്പെടുത്തണ്ട. ഇങ്ങനെ കുറച്ച് ടെക്സ്റ്റുകളുണ്ട്, ആയുർവേദത്തിന് ടെക്സ്റ്റുകൾ, കുറേയധികം ആയുർവേദത്തിന് ടെക്സ്റ്റുകൾ. ഇവയൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്മൃതി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. കാരണം ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ ഏതിൻ്റെയാണ്? നമ്മുടെ അഥർവവേദത്തിൻ്റെ ഉപവേദമായതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് ഈസ് ഋഗ്വേദ. ഓരോ വേദത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. 4 വേദങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ പ്രത്യേകത എന്നാണ് നോക്കുന്നത്. ഋഗ്വേദം എഴുതപ്പെട്ടു എന്ന് കരുതുന്നത് ഏതാണ്ട് 1700 BC-യിലാണ്. ഇത് ഏറ്റവും പഴയ അല്ലെങ്കിൽ ഏറ്റവും ഏർലിക് വേദിക് ലിറ്ററേച്ചറാണ്. ഇതിൽ ഏതാണ്ട് 128 ഹൈമൻസ് അല്ലെങ്കിൽ 128 സൂക്താസ് ഉണ്ട്. ഓർത്ത് വെക്കുക, സൂക്താസ് മനസ്സിലായോ? സൂക്താസ് ഇത് 1600 വരെ പോകാറുണ്ട്. ഒപ്പം തന്നെ 10 ബുക്സ് അല്ലെങ്കിൽ 10 മണ്ഡലി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മണ്ഡലി ഓർത്തിരിക്കുക, മണ്ഡലി എന്നുകൂടി വിളിക്കാറുണ്ട്. മനസ്സിലായോ? ഇതിൽ 10 ബുക്സ് എന്ന് പറഞ്ഞാൽ 10 മണ്ഡലി എന്നും ബുക്കുകൾ കാണാറുണ്ട്. ബുക്സുകൾ എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തെ 10 കാറ്റഗറി ആയിട്ട് എഴുതുന്നു. ഇതിൽ 2 മുതൽ 7 വരെയുള്ളത് പ്രാചീന കാലത്ത് തന്നെ, ഋഗ്വേദ കാലഘട്ടത്തിൽ തന്നെ രൂപപ്പെട്ടതാണ്. 1 മുതൽ 8, 9, 10, 1, 8, 9, 10 ഇത്രയും ചാപ്റ്ററുകൾ പിൽക്കാലത്ത് അതിനകത്ത് ആഡ് ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. ഈ ഋഗ്വേദത്തിലെ 10ാം മണ്ഡലിയിലാണ്
പുരുഷ സൂക്തം എന്ന് പറയുന്ന സാധനം കിടക്കുന്നത്. പുരുഷ സൂക്തം എന്ന് പറയുന്ന സാധനം കിടക്കുന്നത് ഈ പുരുഷ സൂക്തത്തിലാണ് ഹിന്ദു മതത്തിന്റെ ജാതി വ്യവസ്ഥയുടെ തുടക്കം. മനസ്സിലായോ? ഹിന്ദു മതത്തിന്റെ ജാതി വ്യവസ്ഥയുടെ തുടക്കം കിടക്കുന്നത് ഈ ഒരു പുരുഷ സൂക്തത്തിലാണ്. ഓർത്തിരിക്കുക, ഋഗ്വേദത്തിന്റെ ആദിമ ഗ്രന്ഥം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദിമ ഭാഗം എന്ന് പറയുന്നത് 2 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളാണ്. 2 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളാണ്. ഋഗ്വേദത്തിൽ ഏതാണ്ട് 1028 മന്ത്രാസ് ഉണ്ടെന്ന് കരുതുന്നു. 10 മണ്ഡലീസ് ഉണ്ടെന്ന് കരുതുന്നു. 10 മണ്ഡലി അല്ലെങ്കിൽ 10 ബുക്ക് ഉണ്ട് എന്നും കരുതുന്നു. അടുത്തതാണ് സാമവേദ. ഇത് എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് 1200നും 800നും ഇടയിലുള്ള കാലഘട്ടമാണ്. BC 1200നും 800നും ഇടയിലുള്ള കാലഘട്ടമാണ്. ഇതിൽ ഏതാണ്ട് 1549ഓളം എന്തുണ്ട്? മന്ത്രങ്ങളുണ്ട്. ഇവയിൽ ഏറിയ കൂറും എന്താണ്? ഋഗ്വേദത്തിൽ നിന്ന് തന്നെ അഡോപ്റ്റ് ചെയ്തതാണ്. ഈ സാമവേദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാമവേദമാണ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ബേസ്. സാമവേദമാണ് ഇന്ത്യയിലെ സാമവേദത്തിന്റെ ഇന്ത്യൻ മ്യൂസിക്കിന്റെ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, സാമവേദത്തിന് ഒരു ഉപവേദമുണ്ട്. അതിന്റെ പേരാണ് ഗാന്ധർവവേദ. ഈ ഗാന്ധർവവേദയിലാണ് വേദയാണ് മ്യൂസിക്കിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കേണ്ട ഒരു ഘടകമാണ് എന്ത് സംഗീതത്തിന്റെ ബേസ് ടെക്സ്റ്റ് ഏതാണ്? ഇന്ത്യൻ ക്ലാസിക്കൽ സോങ്ങിന്റെ ബേസ് ടെക്സ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് സാമവേദ. സാമവേദയാണ് നമ്മൾ നോക്കുന്നത്. സാമവേദയാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. ഇനിയും സാമവേദയെ പ്രധാനമായിട്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഗാന മൊഡ്യൂൾസ് ആൻഡ് അരിഹ മൊഡ്യൂൾസ് എന്നിങ്ങനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ഗാന മൊഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രങ്ങൾ പൂർണ്ണമായും പാട്ടിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ സംഗീതത്തിന്റെ രൂപത്തിലാണ് ഇവിടെ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സെക്കൻഡ് പാർട്ടാണെങ്കിൽ ഏതാണ്ട് ഒരു ശ്ലോകത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു എന്തുവാണ് പറയുന്നത്, കുറച്ചും കൂടി ഒരു പ്രോസിന്റെ രൂപത്തിലാണ് ഇവിടെ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓർത്തിരിക്കേണ്ടതാണ്. 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തിരിക്കണം. അതിൽ ആദ്യത്തേതാണ് എന്താണ്? സാമവേദയുടെ ആദ്യ ഭാഗം ഒരു ഗാന ഫോമിലും മറ്റൊന്ന് ഒരു പ്രോസ് ഫോമിലുമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഋഗ്വേദയിലുമുണ്ട് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ, പക്ഷെ വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സാമവേദയിലാണ്. അടുത്തതാണ് യജുർവേദ. യജുർവേദയെ പറ്റി ഓർത്തിരിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട പീരീഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1100നും 800 BC ഇടയിലും ഡ്രാഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് വേദകാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ 500-ൽ നിർത്തിയെങ്കിലും അതിനുശേഷം എന്തുണ്ടായി? ഈ വേദകാലഘട്ടത്തിൽ നമുക്ക് അഡിക്ഷനുകൾ ഉണ്ടായി. നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടാകും. അതായത് 500 വരെ ലേറ്റർ വേദിക്ക് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ 800-ൽ ഇത് ഉണ്ടായി എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് സിമ്പിൾ. പിന്നീട് ശേഷം വേദകാലഘട്ടത്തിന് ശേഷം എന്തുണ്ടായി? ഇതിങ്ങനെ അഡിക്ഷനും സബ്ട്രാക്ഷനും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇവിടെ പ്രധാനമായിട്ടും വർഷിപ്പ് ആൻഡ് നോളജ് അങ്ങനെയുള്ള കുറേ ക്ലാസ്സുകൾ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പല യജ്ഞങ്ങളുടെ അടിസ്ഥാനം ഈ ഒരു യജുർവേദമാണ്. ഈ യജുർവേദത്തെ പ്രധാനമായിട്ട് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാണ് ശുക്ല യജുർവേദവും മറ്റൊന്ന് ബ്ലാക്ക് യജുർവേദവും, ഒന്ന് കൃഷ്ണ യജുർവേദവും. അതായത് ശുക്ല യജുർവേദവും കൃഷ്ണ യജുർവേദവും. അതിൽ കൃഷ്ണ യജുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത യജുർവേദം എന്നും ശുക്ല യജുർവേദം എന്ന് പറഞ്ഞാൽ വൈറ്റ് യജുർവേദം അല്ലെങ്കിൽ വെള്ള യജുർവേദം എന്നുമാണ് പറയുന്നത്. ഇതിന് രണ്ട് ഫംഗ്ഷനാണുള്ളത്. കൃഷ്ണ യജുർവേദത്തിൽ പ്രധാനമായിട്ടും വർഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ശുക്ല യജുർവേദത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും സജസ്റ്റ് ചെയ്യുന്നത് മിത്തിക്കൽ അല്ലെങ്കിൽ യജ്ഞങ്ങൾക്കൊപ്പം തന്നെ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ഒരു ശുക്ല യജുർവേദം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനിയും യജുർവേദത്തിന് ഒരു ഉപവേദമുണ്ട്. അതിൻ്റെ പേരാണ് ധനുർവേദ. അടുത്ത വേദമാണ് അഥർവവേദ. അഥർവവേദം എന്ന് പറയുന്നത് 4 വേദങ്ങളിലെ ഏറ്റവും 4ാമത്തെ വേദമാണ്. ഒരുപക്ഷെ ഏറ്റവും അവസാനമായി എഴുതപ്പെട്ടു എന്ന് പറയുന്ന ഒരു വേദവും ഈ പറയുന്ന അഥർവവേദമാണ്. ഒരു ലേറ്റർ വേദിക് ലിറ്ററേച്ചറിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ടെക്സ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് അഥർവവേദ. അതായത് ലേറ്റർ വേദിക് ടെക്സ്റ്റിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് അഥർവവേദ. ഇനിയും അഥർവവേദയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ആയുർവേദ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആയുർവേദ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. അതായത് നമ്മുടെയൊക്കെ ആരോഗ്യത്തെ ട്രീറ്റ് ചെയ്യുന്ന
ഒരു മാർഗമാണ് ആയുർവേദം. ആയുർവേദം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റായി തന്നെ കരുതപ്പെടുക. ഈ ആയുർവേദം എന്ന് പറയുന്ന ഉപവേദം ശരിക്കും പറഞ്ഞാൽ ഋഗ്വേദത്തിന്റെ ഭാഗമാണ്. ഇനിയും ഈ അഥർവവേദത്തിന് പ്രധാനമായിട്ടും എന്തുണ്ട്? 3 ഉപനിഷത്തുകളുണ്ട്. അതായത് മുണ്ടക ഉപനിഷത്ത്, മാണ്ഡൂക്യ ഉപനിഷത്ത്, ഇങ്ങനെയുള്ള 2 ഉപനിഷത്തുകൾ ഇതിൻ്റെ ഒരു ക്ലാസ്സിൽ വരുന്ന, അതായത് അഥർവവേദത്തിന്റെ ക്ലാസ്സിൽ വരുന്ന ഉപനിഷത്തുകൾ കൂടിയാണ്. ഇനിയും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രകൃതി ശക്തികളെ പറ്റിയും നാച്ചുറൽ സ്പിരിറ്റിനെ പറ്റിയും കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യുവാനുമുള്ള ഒരു ക്ലാസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ഏതൊരു ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ ഏതൊരു വിങ്ങിനും എന്തുണ്ട്? ഒരു നാച്ചുറൽ പവറിന്റെ സ്വാധീനമുണ്ട് എന്നും അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? സ്പെൽസ്, മന്ത്രങ്ങൾ കൊണ്ടും മന്ത്രത്തിനുപരിയായി മന്ത്രത്തിനൊപ്പം തന്നെ ചില മരുന്നുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് അത് അകറ്റി നിർത്താൻ ഒക്കുള്ളൂ എന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്ന ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു ടോക്കുള്ള ഒരു മന്ത്രം എന്ന് പറയുന്നത് അഥർവവേദമാണ്. ഈ അഥർവവേദത്തിലാണ് ബ്ലാക്ക് മാജിക്കും ബ്ലാക്ക് സ്പിൽസും പോലുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത്രയുമാണ് നമ്മുടെ 4 വേദങ്ങൾ. ബാക്കിയുള്ള വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ചധികം ഫാക്റ്റുകളുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു.